ഇതിന് ആശംസ പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അലാവുദ്ദീൻ മാസ്റ്റർ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്ലീസ്. സ്നേഹം നിറഞ്ഞ എൻ്റെ കൂട്ടായിയുടെ പുതിയ പ്രസിഡന്റ് അധ്യക്ഷൻ സലാം താണിക്കാട്, സെക്രട്ടറി ഷൗക്കത്ത്, ഈ യോഗം ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത ഹക്കീം കൂട്ടായി അവർ, ബഹുമാന്യായ മുഖ്യ അഡ്മിൻ ഹനീഫ സാഹിബ്, ബഹുമാനപ്പെട്ട ഹൈദ്രോസ് കോയത്തങ്ങൾ, MGM ഗഫൂർക്ക, ഫൈറോസ് മുഹാജിർ, സിദ്ദിയാക്ക, ബിൻസി അലിക്കുട്ടിയാക്ക, അബ്ദുൽ ഖദർക്ക, മറ്റ് വിശിഷ്ട വ്യക്തികളെ, അതിലുപരി ഈ കുടുംബസംഗമത്തിൽ ക്ഷണം സ്വീകരിച്ചെത്തിയ സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, ഈ ആശംസാ പ്രസംഗത്തിൽ എൻ്റെ പേര് എഴുതുമ്പോൾ എന്നോട് വ്യക്തമായിട്ട് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞിട്ടുണ്ട് 2 മിനിറ്റിൽ കൂടുതൽ അനുവദിക്കൂലെന്ന് പറഞ്ഞതുകൊണ്ട് ആ 2 മിനിറ്റ് എടുത്തുകൊണ്ട് ഒരു ആശംസാ പ്രസംഗം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും ഈ മഹത്തായ സംഘടനയെ കഴിഞ്ഞ 4 വർഷം അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് നയിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ സംഘടനയുടെ വളർച്ചയെ നമ്മൾ ഇന്ന് നോക്കിക്കാണുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അതോടൊപ്പം തന്നെ നാട്ടുകാരായ എല്ലാവരുടെയും പിന്തുണ കൊണ്ട് ഈ സംഘടന ഇന്ന് കാണുന്ന ഈ കാഴ്ച, ഈ കെട്ടിലും മട്ടിലും എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുതാര്യതയാണ്. ഏത് കാര്യവും സുതാര്യമായിട്ട് ആരോട് മറച്ചു വെക്കാനില്ലാതെ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ നാട്ടിലെ ഏക സംഘടന, നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, അത് എൻ്റെ കൂട്ടായി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂട്ടായി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള വിദേശ പ്രതിനിധികളായാലും നാട്ടില് തുച്ഛമായ ദിവസക്കൂലിക്ക് അധ്വാനിക്കുന്ന അംഗങ്ങളായി കഴിഞ്ഞാലും അവരാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും തന്നുകൊണ്ട് ഏത് ചാരിറ്റി പ്രവർത്തനത്തിനും നമ്മളെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ നാട്ടുകാർ, അവർ നമ്മളെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആ വിശ്വാസം അത് എന്നും ഈ 8 വർഷമായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനിയും തുടർന്നും നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഏത് ഭാരവാഹികൾ വന്നാലും കൃത്യമായ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് എൻ്റെ കൂട്ടായി. അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ചാരിറ്റി മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, കായിക രംഗത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനക്ക് മുൻകാലങ്ങളിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏകദേശം നമുക്കറിയാം, ഒരുപക്ഷെ കൂട്ടായിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സകാത്ത് വിഹിതത്തിൽ നിന്ന് ഏകദേശം 2 വർഷത്തോളമായിട്ട് 8 ലക്ഷത്തോളം രൂപ, അതോടൊപ്പം തന്നെ മറ്റു ചില വ്യക്തികൾ ചേർന്നിട്ട് 2 ലക്ഷത്തിൽ പുറമെ 2 ലക്ഷത്തിലധികം രൂപ, അങ്ങനെ 10 ലക്ഷത്തിലധികം രൂപ നമ്മുടെ സകാത്ത് സെല്ല്, ആ സകാത്ത് സെല്ല് എന്ന ഒരു സംവിധാനം കൂട്ടായിൽ മറ്റൊരു സംഘടനക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ആ സകാത്ത് സെല്ലിൽ നമ്മൾ ആരെയൊക്കെ സഹായിച്ചു എന്നത് ഒരു കാരണവശാലും വേറൊരാൾ അറിയുന്നില്ല. നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന രീതിയിലാണ് ആ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ നമ്മളെ ഏൽപ്പിക്കുന്നവർ ഉദ്ദേശിക്കുന്ന നന്മ, ആ നന്മ ഒട്ടും ചോരാതെ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലെനിക്ക് ഏകദേശം കാൽഭാഗത്തോളം 25-30% കുട്ടികൾ ചിത്രരചന പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് വളർന്നു വരുന്ന കുട്ടികൾക്ക്, അതായത് അവരുടെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് ചിത്രം വരക്കാനുള്ള കഴിവുള്ള കുട്ടികൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആരംഭിച്ച ചിത്രരചന പരിശീലന ക്ലാസ് നമ്മുടെ ബഹുമാന്യായ സഫാന്റെ നേതൃത്വത്തിൽ ആഴ്ചയിൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി പറയുന്നു. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആ ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക, കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. ആഴ്ചയിൽ 1 ദിവസമാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത്. വൈകുന്നേരം 4 മണി മുതൽ 2 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ചിത്രം വരക്കാനും മറ്റു ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനൊക്കെ ഉള്ള പരിശീലനം അവിടെ നൽകും. അതിന് നിങ്ങൾ കുട്ടികളെ പ്രാപ്തരാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ക്ലാസ്സിൽ ചേർക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഞാൻ ഈ വൈകിയ വേളയിൽ ഒരുപാട് കലാപരിപാടികളുടെ അരങ്ങേറാനുള്ള
ഈ വൈകിയ വേളയിൽ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കൂട്ടായി എന്ന മഹത് സംഘടന സംഘടിപ്പിച്ച ഈ സൗഹൃദ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് എൻ്റെ കൂട്ടായി. താങ്ക് യു വെരി മച്ച്. നമുക്ക് ആശംസ പ്രഭാഷണത്തിൽ ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ ആശംസ അറിയിച്ചതായി അറിയിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി അവരുടെ പ്രതിനിധിയായി